ഒരു പെരുന്നുണയുടെ കോട്ട ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പരിപാടിയിൽ പൊളിച്ചിട്ടുണ്ട്. എന്താണ് ആ നുണയെന്നല്ലേ? ഇതേ കേട്ടെ. ഒരു കട്ടിലിനും പെണ്ണുങ്ങളുടെ കൂടി 1.25 ലക്ഷം രൂപ. കേട്ടല്ലോ. ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ചപ്രമഞ്ചക്കട്ടിൽ. ഇപ്പോൾ അധികാരം പിടിക്കാൻ കോൺഗ്രസ് ചെയ്യുന്നൊരു ആചാരമാണ് മാധ്യമങ്ങളിലൂടെ ഒരു വ്യാജ വാർത്ത വരുത്തുക. ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് വെച്ച് ഇല്ലാത്ത നുണകൾ സൃഷ്ടിച്ച് മാധ്യമങ്ങളിലൂടെ പെയ്ഡായിട്ട്, അതായത് മാധ്യമങ്ങൾക്ക് പണമടച്ച് അത് വാർത്തയായി പ്രസിദ്ധീകരിപ്പിക്കുക. അതായത് ഈ പരസ്യം പോലെയാണ്. വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് പണം കൊടുത്ത് അതിനെ വാർത്ത എന്ന പേരിൽ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നു. അതിനുശേഷം വൈകുന്നേരങ്ങളിൽ ഇത് അന്തിച്ചർച്ചയാക്കി കൊടുക്കുന്നു. പണം യഥേഷ്ടം ഒഴുക്കി നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും വ്യാജത്തരങ്ങൾ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളുടെ വസ്തുത അരുൺകുമാർ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആചാരങ്ങൾ എന്ന പേരിൽ എല്ലാ കള്ളന്മാരെയും കൂടെ കൊണ്ട് നടന്നതിന് ശേഷം അവിടുത്തെ തട്ടിപ്പുകൾക്കെല്ലാം ഒത്താശ ചെയ്തവർ പിന്നീട് കൈയോടെ പിടിക്കപ്പെടുമ്പോൾ അവിടെ അധികാരത്തിലുണ്ടായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ അവരെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിന്റെ വസ്തുതയാണ് എണ്ണി എണ്ണി പറഞ്ഞു വെച്ചത്. വസ്തുതകൾ മനസ്സിലാക്കേണ്ടവർ കേട്ടിരിക്കേണ്ട കാര്യമാണ്. തെറ്റിദ്ധരിപ്പിക്കലും വ്യാജ വാർത്തയ്ക്കപ്പുറം എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ജനങ്ങളുടെ മുന്നിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു വാക്ക് കളയാനില്ലാതെ അരുൺകുമാർ എണ്ണി എണ്ണി പറഞ്ഞു വെച്ചു. മുഖ്യമന്ത്രിക്ക് കിടക്കാൻ ഒരു കട്ടിലിന് 1 ലക്ഷം രൂപ ചെലവാക്കി എന്ന പേരിൽ ഒരു വലിയ പ്രചരണം നടക്കുകയല്ലേ ഇപ്പോൾ? യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? ആ ഹെഡിങ്സിൽ കൊടുത്തിരുന്നത് ഫർണിച്ചർ ആൻഡ് ഓഫീസ് കോംപ്ലക്സിലേക്കും ഒപ്പം ഈ ആഗോള സംഘവുമായിട്ട് ഭാഗമുള്ള ഗസ്റ്റ് ഹൗസിലേക്കും വേണ്ടിയിട്ട് 3,80,000 രൂപയുടെ ഫർണിച്ചർ അല്ലേ വാങ്ങിയത്? മുഖ്യമന്ത്രി ആ പുതിയ കട്ടിലും മേശയും കൊണ്ടിട്ട് റൂമിൽ പോലും അല്ല കിടന്നത്. സപ്രപഞ്ചക്കട്ടിൽ എന്ന മട്ടിലുള്ള പ്രചരണം നടത്തുകയാണ്. അതായത് നോക്കൂ, എങ്ങനെയാണ് നയതന്ത്രത്തിലൂടെ സ്വർണ്ണക്കടത്തി നടത്തിയത്. ആ സമയത്തുണ്ടായ വലിയ വിവാദമായിരുന്നു ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തി. ബിരിയാണി ചെമ്പിലൂടെ സ്വർണം കടത്തിയതാണ് 2021 പ്രതിപക്ഷത്തിന്റെ കുപ്രചരണമെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി കടന്ന സപ്രപഞ്ചക്കട്ടിൽ 1 ലക്ഷം എന്നുള്ളതാണ് അടുത്ത പ്രചരണം. വസ്തുത അതാണോ? വസ്തുത അതല്ല. ദേവസ്വം ബോർഡ് ഈ റിപ്പോർട്ട് കണ്ടിട്ടില്ല. ദേവസ്വം ബോർഡ് 17-ാം തീയതി കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഈ റിപ്പോർട്ടുകൾ വെറ്റ് ചെയ്ത് ദേവസ്വം കമ്മീഷണർ നവംബർ മാസം 4-ാം തീയതി കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷേ കണക്ക് പുറത്തു കൊണ്ടുവരിക. 2, നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലാണ് അടുത്ത പ്രചരണം. നന്ദഗോവിന്ദം ഭജൻസ് വൗച്ചർ കൊടുത്തിട്ടുണ്ടോ? വൗച്ചർ കൊടുത്തിട്ടില്ല. മാത്രവുമല്ല, ഇഷാൻ ദേവിന്റെ പേരിൽ TDS ഈടാക്കി പണം അവിടെ അടച്ചതിന്റെ ബാങ്ക് അക്കൗണ്ട് രേഖകളുണ്ട്. ഈ രേഖകൾ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് വിജയൻ അസോസിയേറ്റ് എന്ന് പറയുന്ന സ്ഥാപനം നന്ദഗോവിന്ദം ഭജൻസിന്റെ ഇല്ലാത്ത വൗച്ചറിന്റെ പേരിൽ ഓഡിറ്റ് ഉണ്ടാക്കുന്നത്?